ഇതാണ് ആ എക്സാക്റ്റ് സ്പോട്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഈ ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇതാണ് ആ ലാൻഡ് സ്ലൈഡ് കാണുന്ന സ്ഥലം. ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇളകി പുഴയിലേക്ക് പോയൊരവസ്ഥയാണ്. ഇതുണ്ടോ, അവിടെ ടവർ കിടക്കുന്നുണ്ട്. ഇവിടെ ആ ടവർ കണ്ടോ, അത് ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. മണ്ണ് അവിടെ എല്ലാം കംപ്ലീറ്റ് ഇതായിട്ടുണ്ട്. ഇപ്പോൾ പുഴ ഭയങ്കര ശാന്തമാണ്. ഡിസംബർ ടൈമാണല്ലോ. എക്സാക്ട്ലി ഒരു വർഷം മുന്നേ കഴിഞ്ഞ ഡിസംബറിലാണ് ഞാൻ വന്നിട്ട് ഈ സെയിം സ്പോട്ടിൽ നിന്നിട്ട് ആ വീഡിയോ എടുത്തത്. ഫ്രണ്ട്സ്, നമ്മളപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ ഒന്ന് വണ്ടി ഒതുക്കിയാണ്. അപ്പോൾ ഇത് കണ്ടോ, ലോറിയൊക്കെ കിടക്കുന്നുണ്ടോ? അപ്പോൾ കണ്ടോ, ലോറി കിടക്കുന്നുണ്ടോ? അപ്പോൾ നമ്മളിവിടെയാണ് വണ്ടി ഒതുക്കിയിരിക്കുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒതുക്കിയത്. അപ്പോൾ നോക്കി, അടിപൊളിയല്ലേ? അപ്പോൾ ഈ ലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ധാബ ഉണ്ടാവും. ധാബയുടെ അടുത്ത് അവിടെയാണ് ഈ ലോറിക്കാരൊക്കെ വണ്ടി ഒതുക്കുന്നത്. അപ്പോൾ ഇവരിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും, മനസ്സിലായി? ഈ ഹോട്ടലിലെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ നല്ല ഫുഡായിരിക്കും അവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് അഷ്യൂർ ചെയ്യാം. അതുകൊണ്ടിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി ഒതുക്കിയത്. ഇവിടെ എപ്പോഴും വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ഏരിയയിൽ ഇതേപോലെയുള്ള പശുക്കളുണ്ടാവും. അപ്പോൾ അത് കണ്ടോ, ആ ടവർ കണ്ടിട്ടാണ് ഞാൻ ഇതാണ് ആ സ്പോട്ട് എന്ന് ഉറപ്പ് വരുത്തിയത്. ഇവിടെയായിരുന്നു അയാളുടെ കടയിരുന്ന് വെച്ചത്, ലക്ഷ്മൺ നായിക്കിൻ്റെ കട. പിന്നെ ഇത് കണ്ടോ, അതെല്ലാം ഇതാണിപ്പോഴ ഉള്ള അവസ്ഥ ഇവിടുത്തെ. അന്ന് ഞാനിവിടെ ഷോപ്പിൽ വരുമ്പോൾ അവർ ആ രണ്ട് കുട്ടികളും, എന്താ അവരുടെ പേര്, അവന്തിക, റോഷൻ, രണ്ട് കുട്ടികളും, പിന്നെ ലക്ഷ്മൺ നായിക്കും ശാന്തി നായിക്ക് പുള്ളിയുടെ ഭാര്യ, പിന്നെ അവരുടെ ഒരു കസിൻ, ഇത്ര ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൊക്കേഷൻ ഞാൻ ഷൂട്ട് ചെയ്തു. ഇവിടെ ഒരു അവരുടെ ആ ഒരു ധാബയും അതുകൂടാതെ ഒന്ന് രണ്ട് ആൽമരമൊക്കെ നിൽക്കാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ആ പുള്ളിക്കാരി ശാന്തി നായിക്കിനോട് ചോദിച്ചു ഇത് ഏതാണ് എക്സാക്ട്ലി സ്ഥലമെന്ന്. കാരണം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ സ്ഥലം ഇട്ട് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിച്ചു. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഷിരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു സൈഡ് റോഡ് മാത്രമേ അവർ തുറന്നിട്ടുള്ളൂ. മണ്ണ് കുറേ വലിച്ചിവിടെ ലെവലാക്കിയിട്ടുണ്ട്. കുറേ മണ്ണ് താഴേക്ക് പോയിട്ടുണ്ട്. ആ ഒരു സൈഡ് ഇപ്പോഴും ക്ലോസ്ഡ് ആണ് റോഡ്. നമ്മളിവിടെ കർണാടകയിൽ കൂടി വണ്ടി ഓടിക്കാൻ നേരുന്നുണ്ടല്ലോ, നാഷണൽ ഹൈവേ 66 പല സ്ഥലങ്ങളിലും ഇവർ 2 റോഡ് അടിച്ചിട്ടുണ്ടാവും. ഇതേപോലെ ഒരു ഇതുണ്ടാവും, മലയുണ്ടാവും. കണ്ടോ, മല, ഇപ്പുറത്തുകൂടി ഒരു റോഡ്, ഇതിൻ്റെ അപ്പുറത്തുകൂടി ഒരു റോഡ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കണ്ടോ, ഇവിടെ കൂടി ഒരു റോഡ്, ഇവിടെ കൂടി വേറൊരു റോഡ്. ലാസ്റ്റ് രണ്ടും ചെന്ന ഒരു സ്ഥലത്ത് തന്നെ പോയിന്റിൽ ടച്ച് ചെയ്യും. ഇത് അങ്ങോട്ട് പോകാനും ഇത് ഇങ്ങോട്ട് വരാനുമായിട്ട് ആ ഒരു സെറ്റപ്പിൽ അവർ കുറച്ച് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ പോയിന്റ് വരെ ഇതാണ്ടോ, ഈ മരം കിടക്കുന്നുണ്ടോ, ഈ ഒരു പോയിന്റ് വരെ. ഇവിടെയാണ് ആ മണ്ണ് ഇടിഞ്ഞേക്കണത്, മനസ്സിലായി? ഇതൊക്കെ ഇവിടെ പൊളിച്ചേക്കുന്നത് കൊണ്ടിട്ടാവണം അത് അവിടെ നിന്ന് ഒരു ഇടിവ് വന്നത്. ഇതാ ഏരിയ ഉണ്ടോ, അത് ഇവിടെ നിന്ന് ഇതാണ്ടോ, അങ്ങനെ ഇതാ പോയിന്റ് വരെ, ഏകദേശം അവിടം വരെ അത്രയും പവണ് ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നത്. ആ മണ്ണാണ് അവിടെ ആ സെൻറ്ററിലായിട്ട് കിടക്കുന്നത്. നമ്മളപ്പോൾ ആ ലാൻഡ് സ്ലൈഡ് നടന്ന സ്പോട്ടിൽ നിന്ന് ഒരു ഇത്തിരി ഇങ്ങോട്ട് വന്നു. ഇതേപോലെ ഇവിടെ ബൈക്ക് ഒതുക്കിയിട്ട് ഇവിടെ കൂടി വേണം താഴേക്ക് ഇറങ്ങാൻ. അപ്പോൾ നമ്മൾ അവിടെ പോയി ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് അന്ന് ഗോവയിലേക്കുള്ള ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തത്. കണ്ടോ, ഇതാണ് ആ ക്ഷേത്രം. അപ്പോൾ ഇവിടെ വന്നു നമ്മൾ. ഇതാണ് ക്ഷേത്രം. ഞാനന്ന് ഇവിടെയാണ് വന്നിരുന്നത്. ഓക്കെ, ഇവിടെ ഒരു മറ്റേ കോൺക്രീറ്റിൻ്റെ ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും കാണാനില്ല. അന്നത്തെ അവസ്ഥയും ഇത് തന്നെ ആയിരുന്നല്ലോ. പുഴ ഈ ടൈമിൽ ഭയങ്കര ശാന്തമായിട്ടുള്ള രീതിയിൽ ഒഴുകുന്ന ഒരു ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ആ മണ്ണ് കിടക്കുന്നുണ്ടോ നോക്കി,
വളരെ അധികം ഏരിയ മണ്ണ് വന്ന് അവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. നേരെ വണ്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഗോവയിലേക്കുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം.